നമുക്കിതാ ഇവിടെ ഒരുപാട് ആളുകളുണ്ട്. മണിക്കൂറുകളായി ഏകദേശം നേരം പുലരുന്നതിന് മുൻപ് ദർശനത്തിനായി കാത്തു നിൽക്കുന്ന ആളുകളാണ് ഇവിടെ ഉള്ളത്. അവരുടെയൊക്കെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. ചേച്ചി എവിടുന്നാ വരുന്നേ? ചെങ്ങന്നൂര്. എപ്പോ വന്നു ഇവിടെ? ഇന്നലെ വന്നു. ഇന്നലെ വന്ന് ക്യൂ നിൽക്കണോ? ഇന്നലെ നിൽക്കണോ? അല്ല, വെളുപ്പിന് 5 മണി തൊട്ട് നിൽക്കുക. 5 മണി തൊട്ട് നിൽക്കുക. ഇവിടെ ഒരു വെള്ളം ഒന്നും കിട്ടില്ല. കുറെ പേര് മയങ്ങി വീഴുകയൊക്കെ ചെയ്തു. പിന്നെ ഇപ്പം ഇവിടുന്ന് ഒരു സെക്യൂരിറ്റി വെള്ളം എടുത്ത് കുറെ പേർക്ക് തന്നു. അങ്ങനെയൊക്കെ നിൽക്കുക. നാളെ പൊങ്കാല ഇടുന്നുണ്ടോ? ഉണ്ട്, എല്ലാം റെഡിയായി നിൽക്കുക. കണ്ടിട്ട് പോയി നാളെ പൊങ്കാല ഇടണം. ചേച്ചി എവിടുന്നാ? ഞാൻ ചെറായിന്ന്. നാളെ പൊങ്കാല ഇടുന്നില്ല? നാളെ പൊങ്കാല. എപ്പോ വന്നു ഇവിടെ? ഇവിടെ 3:30 വന്ന്. 3:30 വന്ന് നിൽക്കുവാണ്. അതാണ് KP ഇവരൊക്കെ പറയുന്നത് പോലെ തന്നെ പുലർച്ചെ മുതൽ ഇവിടെ വന്ന് നിൽക്കുന്ന ആളുകളാണ്. ഇതാ 3 മണി മുതലും 2 മണി മുതലും ഒക്കെ ക്ഷേത്രത്തിൽ ദർശനത്തിനായി എത്തി നിൽക്കുന്ന ആളുകളെയാണ് നമ്മൾ കാണുന്നത്. വെള്ളം കിട്ടുന്നില്ല എന്നുള്ള പരാതികളൊക്കെ ആളുകളൊക്കെ പറയുന്നുണ്ട്. ചേച്ചി എവിടുന്നാ? ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് വരുവാണ്. എല്ലാ വർഷം വരാറുണ്ടോ? അല്ല, ഫസ്റ്റ് ടൈമാ. ആദ്യമായിട്ട് പൊങ്കാലിടാൻ വരുവാണ്? അതെ അതെ. എവിടെ ഇടുന്നേ? ഞങ്ങള് ആ ഒരു സാൻ വ്യൂ ഒരു ഹോട്ടലില്ലേ, അതിന്റെ മുന്നിൽ. ശരി, ഒരുക്കൊക്കെ പൂർത്തിയായി? തൊഴുതിട്ട് നേരെ പോവാന്നല്ലേ? വെള്ളം തരാൻ പറയണേ, നമുക്കെല്ലാം കുടിക്കാൻ കുറച്ച് വെള്ളം തരാൻ പറയണം കേട്ടോ. കുടിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം. പിന്നെ വെള്ളം അത്യാവശ്യം കുറെ പേര് മയങ്ങി വീണു ഇവിടെ. അപ്പൊ അതൊക്കെ ഒന്ന് പരിഹരിക്കണം. ഒന്ന് പറയുക. അതാണ്, ഇവർക്കൊന്നും കുറെ പേർക്ക് വെള്ളം കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതിയാണ് പറയാനുള്ളത്. രാവിലെ മുതൽ നിൽക്കുന്ന ആളുകളാണ്. കുറെ പേർ മയങ്ങി വീഴുന്നു എന്ന് പറയുന്നു. കുറെ പേർക്ക് വെള്ളം ഭക്ഷണവും കിട്ടാത്തതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ചേട്ടൻ എവിടുന്നാ? ഞാൻ കായംകുളം. ആദ്യമായിട്ട് വരുവാണോ? അല്ല, ഞാനിപ്പോ ഒരു 20 വർഷം കൊല്ലേക്കാണ്. 20 വർഷം കൊണ്ട് വരുന്നുണ്ട്. 20 വർഷം കൊണ്ട് ഞാനും എന്റെ ഭാര്യയും പിന്നെ കുറച്ച് പേരുണ്ട്, അവരെല്ലാം ഫ്രണ്ടിലുണ്ട്. ചേച്ചി എവിടുന്നാ വരുന്നേ? ശസ്താമട്ട. നാളെ പൊങ്കാല ഇടുന്നില്ലേ? ഉണ്ട്. ഒരുക്കൊക്കെ പൂർത്തിയായോ? പൂർത്തിയായി. അതാണ്, എന്തായാലും ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിരിക്കുന്നു. പൊങ്കാലയ്ക്കായുള്ള കാത്തിരിപ്പാണ് നമുക്ക് കാണാൻ സാധിക്കും. അത്രമാത്രം വലിയ നീണ്ട ക്യൂ ആണ് ഇവിടെയുള്ളത്. എന്തായാലും ആറ്റുകാൽ ക്ഷേത്രവും പരിസരവും പൂർണ്ണമായി പൊങ്കാലയ്ക്ക് ഒരുങ്ങിയിരിക്കുകയാണ്.